ഞാൻ ഡോക്ടർ എബിൻ എബ്രഹാമിറ്റി BPS ലേക്ഷോർ ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം കൺസൾട്ടൻ്റാണ്. സോറിയാസിസ് ഒത്തിരി ജനങ്ങൾക്കിടയിൽ മിഥ്യാധാരണകൾ സൃഷ്ടിക്കുന്ന ഒരു അസുഖമാണ്. ഏകദേശം കണക്കുകൾ സൂചിപ്പിക്കുന്നത് 125 മില്യൺ ജനങ്ങളിൽ സോറിയാസിസ് എന്ന അസുഖം ഉണ്ടെന്നാണ്. അത്രയും വലുതാണ് സോറിയാസിസിൻ്റെ വ്യാപ്തി. സോറിയാസിസ് എന്ന അസുഖം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് ചികിത്സയുള്ള ഒരു രോഗാവസ്ഥയാണ്. ഒരു പ്രധാന മിഥ്യാധാരണ സോറിയാസിസ് പകരുന്ന ഒരു അസുഖം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സോറിയാസിസിനെ കുറിച്ചുള്ള ഭയം ജനങ്ങൾക്കിടയിൽ വളരെയധികം വർദ്ധിക്കുന്നത്. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. സോറിയാസിസ് ഒരു കാരണവശാലും പകരുന്ന അസുഖമല്ല, ഇത് ജനിതകമായി വരുന്നൊരു അസുഖമാണ്. രണ്ടാമത്, സോറിയാസിസ് ഉള്ള രോഗികളെ ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് തന്നെ പലരും മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ അവർ ഐസൊലേറ്റഡ് ആണ്. പേരക്കുട്ടികളെ എടുക്കാനായിട്ട് അവർക്ക് മടി വരുന്നു, അല്ലെങ്കിൽ പേരക്കുട്ടികളെ എടുക്കുമ്പോൾ അസുഖം പകരുമോ എന്നുള്ളൊരു ഭീതി ഉണ്ടാകും. ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം ഇതൊരു ഒരു കാരണവശാലും പകരുന്ന അസുഖമല്ല. ജനിതകമായിട്ടുള്ള ജനറ്റിക് ട്രാൻസ്മിഷൻ കൊണ്ട് ഒരു 15-20% ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സോറിയാസിസ് ഉള്ള ഒരാളെ ഒരു കാരണവശാലും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. സോറിയാസിസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനിതകമായിട്ട് വരുന്ന ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് ഞങ്ങൾ വിളിക്കും. നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു കാരണം അതിന് എടുത്തു പറയാനില്ലെങ്കിലും കുറേ എൻവയോൺമെന്റൽ ട്രിഗേഴ്സ്, ജനിതകമായി സസെപ്റ്റബിലിറ്റി ഉള്ള, ജനിതകമായിട്ടുള്ള അബ്നോർമാലിറ്റി ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് വരുമ്പോൾ ഈ അസുഖം മാനിഫെസ്റ്റ് ചെയ്യും. എന്തെല്ലാമാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ? സോറിയാസിസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിൽ പല സ്ഥലങ്ങളിലായി കാണുന്ന ചുവന്ന തടിച്ച പാടുകൾ, അതിൽ നിന്ന് ഇളകി വരുന്ന സിൽവറി വൈറ്റ് സ്റ്റീൽസ്, വെള്ളി നിറമുള്ള ശകലങ്ങൾ, ഇവയാണ് സോറിയാസിസിന്റെ ഒരു ടിപ്പിക്കൽ ഫീച്ചറായിട്ട് പലപ്പോഴും പറയാറുള്ളത്. ഈ പാടുകൾ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും വരാം. തലയിലോ കൈകാൽ മുട്ടുകളിലോ കാലിലോ പുറത്തോ ആയിട്ട് ഇത് പ്രത്യക്ഷപ്പെടാം. ഒന്നോ അതധികമോ ആയിട്ടുള്ള പാടുകളായിട്ടായിരിക്കും ആദ്യം വരുന്നത്. ചിലർക്ക് താരൻ പോലെ തലയിൽ സ്കെയിലിംഗ് ആയിട്ടായിരിക്കും ആദ്യം തുടങ്ങുന്നത്. പിന്നീട് ഇത് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു വരും. സോറിയാസിസ് സ്കിന്നിൽ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല. ഈ നീർക്കെട്ട് നമ്മുടെ സന്ധികളെ, ജോയിന്റ്സിനെ ബാധിക്കാം. ആ അവസ്ഥയ്ക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. സോറിയാസിസ് സ്കിന്നിലും ജോയിന്റിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ജീവിതശൈലി രോഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെറ്റബോളിക് സിൻഡ്രോം എന്നൊരു അസുഖവും സോറിയാസിസ് ഉള്ളവരിൽ കൂടുതലായി കാണുന്നു. ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ ഷുഗർ, ഹൈ കൊളസ്ട്രോൾ എന്നിവയാണ് ഈ പറഞ്ഞ അവസ്ഥയുടെ ലക്ഷണങ്ങൾ. സോറിയാസിസ് ഉള്ള രോഗികളിൽ ഈ പറഞ്ഞ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയും അതിന് വേണ്ട ചികിത്സ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. സോറിയാസിസിന്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജനിതകമായിട്ടുള്ള ഒരു സസെപ്റ്റബിലിറ്റിയാണ്, അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിലെ ക്രോമസോം നമ്പർ 6, 6-ാം നമ്പർ ക്രോമസോമിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ചില വ്യതിയാനങ്ങൾ, അത് നമ്മൾ ജനിതകമായി അത് അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ചില മാറ്റങ്ങളാണ് ഇതിന്റെ മുഖ്യ കാരണം. ഇതോടൊപ്പം തന്നെ ഈ ജനിതകമായ മാറ്റം ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് വേറെ ചില എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് അമിതമായ മാനസിക പിരിമുറുക്കം, ചില മരുന്നുകൾ, വേദന സംഹാരികൾ, ബീറ്റാ ബ്ലോക്കേഴ്സ് മുതലായ ചില മരുന്നുകളുടെ ഉപയോഗം, അല്ലെങ്കിൽ ചില ദുശീലങ്ങൾ, സ്മോക്കിംഗ്, പുകവലി അല്ലെങ്കിൽ മദ്യപാനം മൂലമുള്ള അതുപോലെയുള്ള ചില ദുശീലങ്ങൾ, ചില ഇൻഫെക്ഷൻസ്, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ്, ഇതൊക്കെ കൂടി വരുമ്പോൾ സോറിയാസിസ് എന്ന അസുഖം മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഈ ജനിതകമായ കാരണങ്ങളിൽ നമുക്ക് എപ്പോഴും ഒരു മാറ്റം വരുത്താൻ സാധിക്കത്തില്ല, അത് എപ്പോഴും പെർമനന്റ് ആണ്. അപ്പം എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് അല്ലെങ്കിൽ ഈ അസുഖത്തെ ജനിതകമായിട്ടല്ലാതെ കൂട്ടുന്ന കാരണങ്ങളിൽ കുറവ് വരുത്തി, അല്ലെങ്കിൽ അതിലൊരു മോഡിഫിക്കേഷൻ വരുത്തിയാണ് നമ്മൾ അസുഖം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായിട്ട് നമുക്ക് സോറിയാസിസിന്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് പറഞ്ഞു. തന്നെ പ്രധാനമുള്ള ഒരു കാര്യമാണ് ക്ലൈമാറ്റിക് ചേഞ്ച്. ഒത്തിരി തണുപ്പുള്ള
സമയങ്ങളിൽ, മാസങ്ങൾ അല്ലെങ്കിൽ തണുപ്പുള്ള രാജ്യത്ത് താമസിക്കുന്നവരിൽ ഈ അസുഖത്തിന്റെ തോത് വർദ്ധിക്കാനും അല്ലെങ്കിൽ അസുഖം ചികിത്സയോട് പൂർണ്ണമായിട്ട് കുറഞ്ഞു വരാതെ തണുപ്പുള്ള സമയത്ത് ഇത് കൂടാനും ഇടയാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു ട്രിഗറിങ് ഫാക്ടറാണ് മുറിവുകൾ. സോറിയാസിന്റെ പാടുകൾ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇതിനെ കോപ്നർ ഫിനോമിനൻ എന്ന് പറയും. അപ്പം കൈകാലുകളിൽ കൂടുതൽ മുറിവ് വരുന്ന ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ആ ഭാഗങ്ങളിൽ അസുഖം അധികം മാറാതെ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലെ പാടുകൾ മരുന്ന് ചെയ്താലും അധികം വ്യത്യാസം വരാതെ കാണാറുണ്ട്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഡാൻഡ്രഫും സോറിയാസിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പലപ്പോഴും നമ്മൾ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡാൻഡ്രഫ് ഇല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. മരുന്ന് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഡാൻഡ്രഫ് പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ സോറിയാസിസ് അങ്ങനെ പെട്ടെന്നൊരു ഷാമ്പു കൊണ്ട് എപ്പോഴും മാറണം എന്നില്ല. അതുപോലെ തന്നെ ഡാൻഡ്രഫിൽ വരുന്ന സ്കെയിൽസ്, ശകലങ്ങൾ വളരെ ഗ്രീസി ആയിട്ടും മഞ്ഞ നിറമുള്ളതും ആയിട്ടുള്ള നമ്മുടെ ഹെയറിനോട്, മുടിയോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഗ്രീസി ആയിട്ടുള്ള സ്കെയിൽസ് ആണ് ഡാൻഡ്രഫിൽ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസിൽ കാണുന്നത്. സോറിയാസിസിലെ സ്കെയിൽസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിൽവറി വൈറ്റ് വലിയ ശകലങ്ങളാണ് കൂടുതൽ കാണുന്നത്. സ്കെയിൽസ് വലുതായിരിക്കും. അതുപോലെ തന്നെ അത് ഡ്രൈ ആയിട്ട് വളരെ വേഗം പൊളിഞ്ഞു വരും. രണ്ടാമതായിട്ട് സോറിയാസിസിന്റെ ശരീരത്തിൽ കാണുന്ന പോലെ തന്നെ പാടുകൾ, ചുവന്ന തടിച്ച പാടുകൾ, തടിപ്പുകൾ നമ്മൾക്ക് സ്കാൽപ്പിൽ മുടി മാറ്റി നോക്കിയാൽ ആ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ഈ രീതിയിലാണ് നമ്മൾ സോറിയാസിസും ഡാൻഡ്രഫും തമ്മിൽ വേർതിരിക്കുന്നത്. ഇത് ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസിൽ നമ്മൾ സ്കിന്നിൽ ഒരു ടെസ്റ്റ് ചെയ്ത് സോറിയാസിസ് ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. ഡാൻഡ്രഫ് പോലെ എളുപ്പം നമുക്ക് സോറിയാസിസ് ഒരു ഷാമ്പു കൊണ്ട് ചിലപ്പം മാറ്റിയെടുക്കാൻ സാധിക്കണമെന്നില്ല. അതിന് വ്യക്തമായിട്ടുള്ള വേറെ ചികിത്സാ രീതികൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട്. വളരെ പ്രസക്തവും ഒത്തിരി വിദ്യാധാരണങ്ങളും ഉള്ള ഒരു ചോദ്യമാണിത്. സോറിയാസിസ് ക്യൂറബിൾ ആണോ? ഇതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധാരണയിലൂടെ സോറിയാസിസിന് ഒരു ചികിത്സ ഇല്ല അല്ലെങ്കിൽ സോറിയാസിസ് ക്യൂറബിൾ ആയിട്ടുള്ള അസുഖമല്ല എന്ന് ധരിച്ച് ചികിത്സ എടുക്കാതെ ഒറ്റമൂലി മുതലായ ഇൻഡിജീനിയസ് ട്രീറ്റ്മെന്റ്സിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. ഇത് പ്രശ്നത്തിന്റെ ഗൗരവം വീണ്ടും വർദ്ധിപ്പിക്കുകയും അസുഖം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. സോറിയാസിസിന് വ്യക്തമായിട്ടൊരു ചികിത്സയുണ്ട്, ട്രീറ്റ്മെന്റ് ഉള്ള ഒരു അസുഖം തന്നെയാണ്. പിന്നെ വെദർ ഇറ്റ് ഈസ് ക്യൂറബിൾ ഓർ നോട്ട്, അസുഖം മാറ്റാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അത് ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കറിയാം ഈ ജനിതകമായിട്ട് വരുന്ന പല അസുഖങ്ങളും, ഉദാഹരണത്തിന് പ്രഷർ, ഷുഗർ, നമ്മളൊക്കെ ഡയബറ്റിസ് മുതലായവയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണുള്ളത്. അതായത് അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് അസുഖത്തെ കുറച്ച് വെക്കുക. എന്നാൽ ജനിതകമായിട്ടൊരു ചികിത്സ എപ്പോഴും ഫലപ്രദമായിട്ട് ഉള്ളതല്ല, അല്ലെങ്കിൽ അത് അത്ര ഡെവലപ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഫാക്ടേഴ്സ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ അസുഖം ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട്. അതിനർത്ഥം അസുഖം ഇനിയും വരില്ല എന്നുള്ളതല്ല. അഥവാ അസുഖം വീണ്ടും റിക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ, ആ സ്റ്റേജ് ഏതാണെന്ന് നോക്കി അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അസുഖത്തെ നമുക്ക് മരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാം. ട്രീറ്റ്മെന്റ് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. പക്ഷെ 100% ക്യൂർ എല്ലാ പേഷ്യൻസിനും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല. അത് വേറെ ഒരു സിസ്റ്റത്തിലും അങ്ങനെ ഒരു ഒറ്റമൂലി കൊണ്ടോ നമുക്ക് ഒറ്റ അടിക്ക് ഈ സോറിയാസിസ് നമുക്ക് ഒരു മരുന്ന് കൊണ്ട് മാത്രം ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ സോറിയാസിസിനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സോറിയാസിസിന്റെ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പാടുകൾ ശരീരത്തിൽ എവിടെയെങ്കിലും വരുന്നുണ്ട്, അല്ലെങ്കിൽ താരൻ പോലെ നമുക്ക് തുടങ്ങി പല രീതിയിലുള്ള ചികിത്സ നമ്മൾ ചെയ്തു, എന്നിട്ടും താരൻ കുറഞ്ഞു വരുന്നില്ലെങ്കിൽ നമ്മൾ സോറിയാസിസിന്റെ ഒരു സംശയം അല്ലെങ്കിൽ അതിന്റെ ഡൗട്ട് തോന്നിയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റോ ഇൻവെസ്റ്റിഗേഷനോ ചെയ്ത് നോക്കേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് സോറിയാസിസ് സ്കിന്നല്ലാതെ ബാധിക്കുന്ന ഒരു ഓർഗൻ ജോയിൻസ് ആണ് സന്ധിവേദന. സന്ധിവേദനയോടൊപ്പം തന്നെ ഇതുപോലുള്ള പാടുകൾ വരുമോ അല്ലെങ്കിൽ സന്ധിവേദന മാത്രമായിട്ട് വരുമോ ചെയ്യുന്നുണ്ടെങ്കിൽ സോറിയാസിസിന്റെ ആണോ എന്നുള്ളത് വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണിച്ച് രോഗനിർണയം നടത്തേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിലും വ്യത്യാസമുണ്ട്. എൻവയോൺമെന്റൽ ട്രിഗേഴ്സിന്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ സ്മോക്കിംഗ്, ദുശീലം കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെയുള്ള
എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് ആണ്, ക്ലൈമാറ്റിക് ചേഞ്ച്, പിന്നെ കൂടെയുള്ള ഇൻഫെക്ഷൻസ്, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് കുട്ടികളിലും വളരെയധികം കോമൺ ആണ്, ത്രോട്ട് ഇൻഫെക്ഷൻസ്, സൈനസ് ഇൻഫെക്ഷൻ, ഇവയൊക്കെ ഒരു സൂപ്പർ ആന്റിജൻ തിയറി കൊണ്ട് ഈ ചില ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് വഴി സോറിയാസിസിനെ കൂട്ടാൻ ഇടയാക്കും. അപ്പം അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വളരെ എളുപ്പം തന്നെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള പ്രതിവിധി എടുക്കേണ്ടതാണ്. ഈ കോഗ്നറൈസേഷൻ അല്ലെങ്കിൽ മുറിവ് കൊണ്ട് അല്ലെങ്കിൽ നീർക്കെട്ട് ആ രീതിയിൽ വന്നു കഴിഞ്ഞാലും ചില സ്ഥലങ്ങളിൽ സോറിയാസിസിന്റെ പാടുകൾ ചെയ്താലും കുറവാതെ കാണാറുണ്ട്. ആ ഒരു ഫാക്ടറോട് നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള നമ്മള് ഗ്ലൗസോ സോക്സോ അല്ലെങ്കിൽ ഷൂസോ ഉപയോഗിച്ച് ആ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർ കൈകാലിൽ മുറിവുകൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മനസ്സിൽ പിരിമുറുക്കം അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിനോട് കൂടെ തന്നെ വരുന്നതാണ് ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കമില്ലായ്മ. ഇതൊക്കെ സോറിയാസിസിനെ വളരെയധികം കൂട്ടുന്നതാണ്. സോറിയാസിസ് കൊണ്ട് തന്നെ പലപ്പോഴും സ്ട്രെസ്സിന്റെ ലെവൽ കൂടാറുണ്ട്. അസുഖം കൊണ്ട് തന്നെ സ്ട്രെസ് കൂടുന്നു, സ്ട്രെസ് കൂടുമ്പോൾ അസുഖം വീണ്ടും കൂടുന്നു. അപ്പോൾ അതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പോകും. അപ്പം ആ കാര്യങ്ങൾ വളരെ മെറ്റിക്കുലസ് ആയിട്ട് മനസ്സിലാക്കി നമ്മൾ സ്ട്രെസ് റിലീവിങ് അല്ലെങ്കിൽ ഒത്തിരി അസുഖത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വീണ്ടും സ്ട്രെസ് ലെവൽ കൂട്ടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സോറിയാസിസിന്റെ ലക്ഷണങ്ങൾ നമുക്ക് സംശയാസ്പദമായിട്ട് തോന്നിയാൽ ഒരു വിദഗ്ധനായിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് രോഗനിർണയം നടത്തേണ്ടതാണ്. സാധാരണ രീതിയിൽ സോറിയാസിസിന്റെ രോഗനിർണയം ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. രോഗലക്ഷണങ്ങൾ കണ്ടു നോക്കി മനസ്സിലാക്കി ആണ് നടത്തുന്നത്. വളരെ പരിമിതമായ ബ്ലഡ് ടെസ്റ്റുകൾ, നേരത്തെ പറഞ്ഞ പോലെ മെറ്റബോളിക് സിൻഡ്രോം, അതിന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കിന്നിന്റെ ഒരു ഭാഗം എടുത്ത് പരിശോധിക്കുന്ന ഒരു സ്കിൻ ബയോപ്സി എന്ന ടെസ്റ്റാണ് സാധാരണ രീതിയിൽ ആദ്യമേ ചെയ്യുന്നത്. അതിൽ സോറിയാസിസിന്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് സോറിയാസിസ് ആണ്, നമ്മുടെ പാടുകളുടെ കാരണം സോറിയാസിസ് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ്, അതിന്റെ തോതനുസരിച്ച് സോറിയാസിസിന്റെ ഡിസീസ് എന്തോരം ഉണ്ടെന്നനുസരിച്ചായിരിക്കും ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ സോറിയാസിസിന് പ്രധാനമായിട്ട് നമ്മൾ 2 ആം ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണുള്ളത്. ഒന്ന് നമ്മുടെ ടോപ്പിക്കൽ ട്രീറ്റ്മെന്റും ഓറൽ ഓർ സിസ്റ്റമിക് ട്രീറ്റ്മെന്റും. ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ പുരട്ടാൻ ഉപയോഗിക്കുന്ന ലേപനങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ളതും സ്റ്റിറോയിഡ് കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതും അടങ്ങാത്തതും വൈറ്റമിൻ ഡി അനലോഗ്സ് പോലെയുള്ള കാൽഷ്യത്തിന്റെ ചില ഡെറിവേറ്റീവ്സും ആയിട്ടുള്ള പല ടൈപ്പിലുള്ള ക്രീംസും അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ സോറിയാസിസിന്റെ പാടുകൾ ശരീരത്തിൽ 20% ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സന്ധികളെ സോറിയാസിസ് ബാധിച്ചിട്ട് ഉണ്ടെങ്കിലോ അഥവാ നമ്മുടെ ദൈനംദിന വർക്കിനെ കയ്യിലോ കാലിലോ ഒക്കെയുള്ള പാടുകൾ നമ്മൾ ദൈനംദിന ജോലികളെ ബാധിക്കുന്നുണ്ടെങ്കിലോ നമുക്ക് ഓറൽ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ സിസ്റ്റമിക് തെറാപ്പി എടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ സോറിയാസിസ് ഡയഗ്നോസ് ചെയ്യുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഡോക്ടറെ കാണുമ്പോഴുള്ള രോഗലക്ഷണങ്ങളുടെ ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. ചില പാടുകൾ അങ്ങനെ ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ നമുക്ക് ഡിഫിക്കൽട്ടി തോന്നിയാൽ സ്കിന്നിന്റെ ഒരു ചെറിയ ഭാഗം എടുത്ത് പരിശോധിക്കാം. അതിന് സ്കിൻ ബയോപ്സി എന്ന് പറയും. നമ്മൾ ട്രീറ്റ്മെന്റ് ഓറൽ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ സിസ്റ്റമിക് തെറാപ്പിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ സോറിയാസിസ് ഉള്ള പേഷ്യൻസിന് കൂടുതലായി കാണുന്ന ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന രോഗം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ള സ്ക്രീനിങ്ങും ഉള്ള ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും സോറിയാസിസ് ഉള്ള പേഷ്യൻസിന് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ. പിന്നെ അവർക്ക് ജോയിന്റ് സിംറ്റംസ് ഉണ്ടെങ്കിൽ ആ പറഞ്ഞ ജോയിന്റ്സിനുള്ള എക്സ്റേ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസും കൂടെ ചെയ്യാറുണ്ട്. ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സിസ്റ്റമിക് തെറാപ്പി അല്ലെങ്കിൽ കഴിക്കാനുള്ള മരുന്നുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മെറ്റോട്രെക്സേറ്റ് എന്നുള്ള മരുന്നാണ്. സർവ്വസാധാരണമായി ഇത് കൊടുക്കുന്നത്. ഈ മരുന്ന് കഴിക്കുമ്പോൾ പീരിയോഡിക് ആയിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ആഴ്ചയിൽ 1 വെച്ചുള്ള ടാബ്ലറ്റ്സ് ആണ്. ഇത് കൂടാതെ അസിട്രറ്റിൻ, സൈക്ലോസ്പോറിൻ മുതലായ മരുന്നുകളും അവൈലബിൾ ആണ്. ഈ സോറിയാസിസ് 20% ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഓറൽ അല്ലെങ്കിൽ സിസ്റ്റമിക് ട്രീറ്റ്മെന്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഈ സിസ്റ്റമിക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിന് വളരെയധികം ബെനിഫിറ്റ് ആണ് സോറിയാസിസ് കുറയുന്നതിൽ കാണുന്നത്. കാരണം അവരുടെ സോറിയാസിസ് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യുകയും അവരുടെ ജനറൽ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്റ്റഡി നടത്തിയതിൽ സോറിയാസിസ് പേഷ്യൻസിലോ ഈ സിസ്റ്റമിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നവരിൽ നല്ല ഭൂരിഭാഗം ആൾക്കാരിലും
അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് കണ്ടിരുന്നു. അതുപോലെ തന്നെ പുറമേ കാണുന്ന പാടുകളും അവരുടെ സിംറ്റംസും വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ സിസ്റ്റമിക് തെറാപ്പിയുടെ അടിയിൽ വരുന്നതാണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ്. സാധാരണ രീതിയിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഫലപ്രദമായിട്ട് സോറിയാസിസ് കുറയ്ക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അസുഖം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബയോളജിക്കൽ തെറാപ്പിയിലേക്കാണ് പോകുന്നത്. പല വിലയിലുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അത് അസുഖത്തിന്റെ ഇന്റൻസിറ്റി സിവിയറിറ്റി വെച്ച് നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ലേപനങ്ങളും ടോപ്പിക്കൽ തെറാപ്പിയും സിസ്റ്റമിക് തെറാപ്പി അല്ലാതെ ഒരു ടൈപ്പ് ഓഫ് തെറാപ്പിയാണ് ഫോട്ടോ തെറാപ്പി എന്ന് പറയുന്ന ഒരു ലൈറ്റിന്റെ ചികിത്സ. 2 തരത്തിലാണ് ഫോട്ടോ തെറാപ്പി ചെയ്യുന്നത്. ഒന്ന് അൾട്രാവയലറ്റ് ബി രശ്മികൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള NB-UVB എന്നൊരു ട്രീറ്റ്മെന്റും പൂവ തെറാപ്പി അല്ലെങ്കിൽ UVA ട്രീറ്റ്മെന്റ്, സൊറാലിൻ പ്ലസ് UVA ട്രീറ്റ്മെന്റ് എന്നുള്ള പൂവ തെറാപ്പിയാണ് രണ്ടാമത്തത്. പൂവ തെറാപ്പിയിൽ പേഷ്യന്റ് ഒരു മരുന്ന് കഴിച്ചതിന് ശേഷം 2-3 മണിക്കൂറിന് ശേഷം ഒരു ഫോട്ടോ തെറാപ്പി ചേംബറിലേക്ക് വന്ന് രശ്മികൾ അടിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. NB-UVB ഫോട്ടോ തെറാപ്പിയിൽ മരുന്ന് കഴിക്കേണ്ട, നേരിട്ട് നാരോ ബാൻഡ് അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തെ അടുപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് NB-UVB ഫോട്ടോ തെറാപ്പി. ഇതാണ് മെയിനായിട്ട് നമ്മൾ സോറിയാസിസിൽ ഫോളോ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ സോറിയാസിസിനെ കൂട്ടുന്ന കാര്യങ്ങൾ, അത് ചില മരുന്നുകളാകാം, മാനസിക പിരിമുറുക്കാകാം, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, പുകവലി, മദ്യപാനം പോലെയുള്ള ദുശീലങ്ങളാകാം, അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്. ഈ പറഞ്ഞ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയോടുകൂടെ അത് അഡ്രസ്സ് ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലും ഫാക്ടേഴ്സ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും തന്നെ ചെയ്യണം. പ്രധാനമായും മൾട്ടിപ്പിൾ ട്രീറ്റ്മെന്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഈ ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ പ്രഷറിനും ഹാർട്ട് സംബന്ധമായിട്ട് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ്. അത് ഒത്തിരി ആൾക്കാർ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ അത് കഴിക്കുന്നു, പ്രഷറുള്ളവർ അത് കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിന്റെയോ ഒരു ഫിസിഷ്യന്റെയോ നിർദ്ദേശപ്രകാരം ആ മരുന്നുകൾ ഓൾട്ടർനേറ്റീവ് ഗ്രൂപ്പിലുള്ള മെഡിസിൻസിലേക്ക് മാറ്റി സോറിയാസിസ് വരുന്നവർ അത് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെയിൻ കില്ലേഴ്സ് പലപ്പോഴും ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഓവർ ദ കൗണ്ടർ ആയിട്ട് ഫാർമസിയിൽ നിന്നോ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ ചെറിയ വേദനയ്ക്കോ തലവേദനയ്ക്കോ ആയിട്ട് വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള കട്ടി കൂടിയ പെയിൻ കില്ലേഴ്സ് പലപ്പോഴും പലരും ഉപയോഗിക്കാറുണ്ട്. സോറിയാസിസിന് പ്രവണത ഉള്ള അല്ലെങ്കിൽ ജനറ്റിക് സസെപ്റ്റബിലിറ്റി ഉള്ള ഒരാൾ ഈ രീതിയിൽ പെയിൻ കില്ലേഴ്സ് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ സോറിയാസിസിന് ഒരു ട്രിഗറിങ് ഫാക്ടർ ആകാം, അല്ലെങ്കിൽ സോറിയാസിസിനെ വരുത്താൻ അതിനെ കൂട്ടാനായിട്ട് ഇടയാക്കാം. അപ്പം അമിതമായിട്ടുള്ള പെയിൻ കില്ലേഴ്സിന് ഉപയോഗം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പെയിൻ കില്ലേഴ്സ് കഴിക്കാവൂ. സോറിയാസിസിന്റെ പാടുകൾ വരുന്നതിന് മുന്നേ തന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധികളെ സോറിയാസിസ് ബാധിക്കാം. അപ്പം സാധാരണ രീതിയിൽ ഒരു സന്ധി വേദന അല്ലെങ്കിൽ ഒരു നീർക്കെട്ടിന്റെ വേദന എന്നുള്ള രീതിയിൽ എടുത്ത് പലപ്പോഴും പലരും ആദ്യം പെയിൻ കില്ലേഴ്സ് വാങ്ങിച്ച് അമിതമായിട്ട് ഉപയോഗിക്കാറുണ്ട്. താൽക്കാലികമായി ഈ ഒരു വേദനയ്ക്ക് ശമനം കിട്ടുമെങ്കിലും സോറിയാസിസ് എന്ന അസുഖത്തെ ഇത് കൂട്ടുന്നത് കൊണ്ട് വീണ്ടും വേറെ ജോയിന്റ്സിലേക്ക് പെയിൻ വരുവോ സോറിയാസിസിന്റെ സ്കിന്നിലെ പാടുകൾ പിന്നീട് വരുവോ ആണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ സന്ധി വേദനയ്ക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചികിത്സ എടുക്കാവുള്ളൂ. പെയിൻ കില്ലേഴ്സ് ഓവർ ദ കൗണ്ടർ ആയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ വാങ്ങിച്ച് അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. സോറിയാസിസ് ഉള്ളവര് തീർച്ചയായിട്ടും ഈ പെയിൻ കില്ലേഴ്സ് ഒഴിവാക്കേണ്ടതാണ്. സോറിയാസിസിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നതനുസരിച്ച് സാധാരണ രീതിയിൽ നമ്മൾ സിസ്റ്റമിക് ട്രീറ്റ്മെന്റ് ഉള്ള പേഷ്യൻസിന് ആ മരുന്നിന്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നീട് മോയ്സ്ചറൈസിങ് ക്രീമുകളോ ഇമോളിയൻസ് എന്ന് പറയുന്ന മരുന്നുകളോ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുന്നത് സോറിയാസിസിന്റെ സ്കിൻ ഡ്രൈ ആകാതെ നോക്കുന്നത് സോറിയാസിസിനെ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. വളരെ കുറച്ച് പാടുകളുള്ളവർക്ക് ഓയിൻമെന്റ്സ് അല്ലെങ്കിൽ ലേപനങ്ങളാണ് ആദ്യമേ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അസുഖം മാറിക്കഴിയുമ്പോൾ ഇമോളിയൻ ക്രീമിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇമോളിയൻ ക്രീംസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ക്ലൈമാറ്റിക് ചേഞ്ചസ് വരുമ്പോഴോ ഈ വേറെ എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോഴോ സോറിയാസിസിന്റെ പാടുകൾ വീണ്ടും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് അത് അസസ് ചെയ്തിട്ട് എത്ര ശതമാനം വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പാടുകൾ വന്നു, എത്ര എക്സ്റ്റെൻഡിലുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് പാടുകൾ അധികമില്ലെങ്കിൽ ഓയിൻമെന്റ്സ് മാത്രം ഉപയോഗിക്കുകയോ അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ വീണ്ടും
സിസ്റ്റമിക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്യാം. അതൊരു ഓൺ പ്രോസസ്സാണ്. അപ്പോൾ സോറിയാസിസ് ചികിത്സിച്ച് അതിൻ്റെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് അസുഖത്തെ കൺട്രോൾ ചെയ്ത് വെക്കുക. സോറിയാസിസ് സ്കിന്നിലും ജോയിന്റിലും അതുപോലെ ജീവിതശൈലി, മാരകമായ ജീവിതശൈലി രോഗമായ മെറ്റബോളിക് സിൻഡ്രോമിലേക്കും ലീഡ് ചെയ്യാം. അതുകൊണ്ട് അത് അസുഖം ഡയഗ്നോസ് ചെയ്യുന്ന പ്രാധാന്യമുണ്ട്, കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നതിനും പ്രാധാന്യം. ഈ സോറിയാസിസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ സംശയങ്ങളും നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നു.